ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്തൊരു പീസാണ്, എനിക്ക് തന്നെ ചെയ്തതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു പാറ്റേൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് എനിക്ക് എന്താ സിമ്പിൾ ആയിട്ട് ഒരു പാറ്റേൺ ചെയ്തു തന്നു. അപ്പൊ ഇത് ഞാൻ മൊഡാൾ സിൽക്കിലോട്ടാണ് ഇതിന് ചെയ്തേക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള മൊഡാൾ സിൽക്ക് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ. അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് സിമ്പിൾ ഒരു വർക്ക് നെക്കിലോട്ട് ഒരു ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കുന്ന ത്രെഡ് കൊണ്ടുള്ള വർക്കാണ്. അതിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും അതിന്റെ വർക്ക്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ത്രെഡ് കൊണ്ട് ഇതുപോലെ ഗോൾഡൻ സെറി കൊണ്ടും മെറൂൺ കളർ ത്രെഡ് കൊണ്ടും തന്നെയുള്ള സെറി കൊണ്ടുള്ള വർക്ക് അതും ചെയ്തിട്ടുണ്ട്. സിമ്പിൾ, വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തില്ല. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. വർക്കിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്കൊക്കെ ഞാൻ ഇട്ടുതരാം. അപ്പൊ ഞാൻ ചെയ്തപ്പം ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യാന്ന് വിചാരിച്ചു. അതിനകത്തോട്ട് പിന്നെ ഞാൻ ദുപ്പട്ട ഈ ഒരു സെയിം ആ ഒരു ഹാൻഡ് വർക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു ലേസ് ഞാനിവിടെ ഇടയിൽ കൊടുത്തു. കണ്ടോ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സിമ്പിൾ ആയിട്ടൊരു പ്ലെയിൻ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ഏത് സൈഡ് വേണമെങ്കിലും വേറെ ചെയ്യട്ടെ, കുറച്ച് കൂടുതൽ. അപ്പോൾ രണ്ട് സൈഡും അങ്ങനെ ഒരു ബോർഡറുമായി നല്ലൊരു ഭംഗി. ഇതുപോലെ നമ്മളിപ്പം ഇങ്ങനെ ഫ്രണ്ട് സൈഡിലോട്ടൊക്കെ പിടിക്കുമ്പോൾ ഞാൻ വിത്തൗട്ട് ലൈനിങ് ആട്ടോ ചെയ്തേക്കുന്നത്. വിത്ത് ലൈനിങ് വേണമെന്നുള്ളവർക്ക് അതും പറഞ്ഞാൽ മതി. ഇപ്പൊ നെക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ട്, നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് വി കട്ടിങ് വെച്ചിട്ട് നല്ല ഭംഗി. എനിക്ക് ചെയ്തപ്പം ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളെയും കാണിച്ചു തന്നെ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ. കാരണം സെൽഫായിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോട്ടം കൂടെ വേണമെങ്കിൽ ബ്ലാക്ക് ബോട്ടം നമുക്ക് ഉണ്ടെങ്കിൽ പെയർ ചെയ്യാം, അതല്ലെങ്കിൽ അതും സ്പെഷ്യലി പറഞ്ഞാൽ മതി. ദുപ്പട്ടയും എല്ലാം കൂടെ. അപ്പൊ ഞാൻ ഇനി ക്ലോസ് ആയിട്ട് ഈ വർക്കിന്റെ പിക്ക് ഞാൻ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു. പക്ഷെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു 15 വർക്കിംഗ് ഡേയ്സ് എങ്ങനെ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കണമെങ്കിൽ. മൊഡാൾ സിൽക്കിന്റെ ഫാബ്രിക് അതല്ല ജോർജറ്റിലോട്ട് സെയിം ഇത് തന്നെ. ഈ വർക്ക് നമ്മൾ വേണമെങ്കിൽ സെയിം ജോർജറ്റിലോട്ട് ചെയ്യാം. ഞാനിപ്പോൾ മൊഡാലിൽ ചെയ്തു എന്നുള്ളത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാലോ എന്ന് വെച്ചിട്ട് വിത്ത് ലൈനിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ.